കഴിഞ്ഞ ദിവസം പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണ പ്രദേശം പഞ്ചായത്ത് അധികൃതരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ, പഞ്ചായത്തിലെ എഞ്ചിനീയർ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മതിൽ ഇടിഞ്ഞു വീണ് ഭീഷണി നേരിടേണ്ടി വന്ന വീട്ടുകാരും കമ്പനി ഉടമകളുമായി പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ചർച്ചയും നടത്തി. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ നിർമ്മാണത്തിലിരുന്ന പ്ലൈവുഡ് കമ്പനിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സ്ഥലം പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ഇന്ന് സന്ദർശിച്ചു. ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് വലിയ ശബ്ദത്തോടെ 80 അടി പൊക്കമുള്ള കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ഭിത്തി തകർന്നു വീണത്. 150ഓളം മീറ്റർ നീളത്തിലാണ് കരിങ്കല്ലും മണ്ണും ഉൾപ്പെടെയുള്ളവ നിലത്തേക്ക് പതിച്ചത്. പ്ലൈവുഡ് കമ്പനിയോട് ചേർന്നുള്ള വാരിക്കാട്ട് സലീമിന്റെ വീടിന്റെ വർക്ക് ഏരിയയുടെ മുകളിലേക്കാണ് കല്ലും മണ്ണും പതിച്ചിരുന്നത്. ഈ സമയം സലീമിന്റെ ഭാര്യ അടുക്കളയിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്തെത്തിയ അധികൃതരോട് തങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വീട്ടുകാർ വിവരിച്ചു. ഇതേ തുടർന്ന് പ്രദേശത്തെ 4 വീട്ടുകാരെയും കമ്പനി ഉടമസ്ഥരെയും പഞ്ചായത്തിലേക്ക് ചർച്ചയ്ക്കായി വിളിച്ചു. ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്ത് അധികൃതരുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിൽ സലീമിന്റെ വീട് പൂർണ്ണമായും വിലയ്ക്ക് കമ്പനി ഏറ്റെടുക്കാമെന്നും മറ്റു വീടുകൾ ഏറ്റെടുക്കുന്നതിനുള്ള ചർച്ചകൾ നടത്താമെന്നും തീരുമാനമായി. വലിയ പ്രതിഷേധമാണ് ഇന്നലെ വൈകുന്നേരം പ്രദേശത്തുണ്ടായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരുൾപ്പെടെയാണ് പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. പഞ്ചായത്തിൽ നടന്ന ചർച്ചയിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. സലീമിന്റെ വീടും സ്ഥലവും ഏറ്റെടുക്കാമെന്ന് കമ്പനി അധികൃതരുമായി മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് വയ്ക്കുകയും ചെയ്തതിനു ശേഷമാണ് പ്രദേശവാസികൾ പഞ്ചായത്തിൽ നിന്നും പിരിഞ്ഞുപോയത്. 1.5 വർഷം മുൻപും ഇവിടെ കല്ലും മണ്ണും ഇടിഞ്ഞ് ഇതുപോലെ അപകടം സംഭവിച്ചിരുന്നു. പ്രദേശവാസികൾ നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയെങ്കിലും യാതൊന്നും ഫലവത്തായില്ല. ഇത്തവണ വീടുകളിൽ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നതോടെയാണ് കടുത്ത പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നത്.